പാറട്ടങ്ങനെ ഉയരട്ടെ ചന്ദ്ര കൊടി ഉയരട്ടെ പാറട്ടങ്ങനെ പാറട്ടെ മൂവർണ്ണ കൊടി പാറട്ടെ മുഴങ്ങട്ടങ്ങനെ മുഴങ്ങട്ടെ ദേശഗീതം മുഴങ്ങട്ടെ വളരട്ടങ്ങനെ വളരട്ടെ ദേശസ്നേഹം വളരട്ടെ നിറയട്ടങ്ങനെ നിറയട്ടെ സാഹോദര്യം നിറയട്ടെ. താങ്ക് യു. ഇന്നപ്പോൾ ആഗസ്റ്റ് 15 രാവിലെ 5 മണിക്ക് ഞാൻ എണീറ്റ് വന്നപ്പോൾ എൻ്റെ ഒപ്പം അത് യാനൂട്ടനും എണീറ്റ് വന്നേക്കണം. അവൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ സ്കൂളിലുള്ള ദിവസം വേഗം റെഡിയായി സ്കൂളിലേക്ക് പോകാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് അതിനാണ് 5 മണിക്കൊക്കെ എണീറ്റ് വന്ന് നിൽക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി ഉറങ്ങിക്കോ, സമയമായിട്ടില്ല, എന്തിനാ ഇത്ര നേരത്തെ എണീക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുകയാണ്. എന്തിനപ്പോൾ എണീറ്റ് പോയി ഉറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അതിന് പിണങ്ങിയിട്ട് ഇതാ വാതിലിൻ്റെ അവിടെ പോയി നിൽക്കണു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു പോയി കിടന്ന് ഉറങ്ങ്, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പതാകയൊക്കെ ഉയർത്തുന്ന സമയത്ത് നിനക്ക് ഉറക്കം വരും പറഞ്ഞു. പിന്നെ കണ്ണേട്ട എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ണേട്ട വന്ന് രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ ഉറങ്ങാൻ വേണ്ടി പോയിട്ട് ഞാൻ പിന്നെ എൻ്റെ പണി തുടങ്ങി. ദോശയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ദോശ, ചട്നി, ചമ്മന്തി അങ്ങനെ എല്ലാം ഉണ്ടാക്കായിരുന്നു. രണ്ടുപേരും ഉറങ്ങാൻ പോയെങ്കിലും രണ്ടുപേർക്ക് ഉറക്കൊന്നും വന്നില്ല. രണ്ടുപേരും പിന്നെ എണീറ്റൊക്കെ വന്ന് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് കണ്ണേട്ടിന് കഴിക്കാൻ കൊടുത്തു. ഞാൻ വീഡിയോ എടുത്തില്ല. ധ്യാനുട്ടൻ്റെ ഇപ്പോൾ ആ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. സമയം നോക്കി എത്ര ആയിട്ടുള്ളൂ. കണ്ണേട്ടിന് പിന്നെ ഞാൻ എല്ലാം ആക്കി പിന്നെ വർക്കിംഗ് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ വണ്ടിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അത് അച്ഛനും മോനും പിന്നാലെ വരുന്നുണ്ട്. പിന്നെ അത് അവരെന്തൊക്കെയോ രഹസ്യം അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ. കണ്ണേട്ടൻ പോണ നേരത്ത് ധ്യാനുട്ടൻ അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. ഇതേപോലെ ചില ദിവസങ്ങളിൽ മാത്രമാണ് അവൻ ഉണ്ടാവാറുള്ളൂ, ബായ് പറയാനൊക്കെ ആയിട്ട് ഉണ്ടാവാറുള്ളൂ. പിന്നെ അത് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അച്ഛന്. വന്ന ദിവസങ്ങളിലൊക്കെ ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തിട്ട് തന്നെയായിട്ട് അച്ഛനെ പറഞ്ഞയക്കുള്ളൂ. ധ്യാനുട്ടന് റെഡി ആവാൻ അതേപോലെ ബസ് വരാനൊക്കെ സമയം ആവണേനുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കണ്ണേട്ടൻ പോയിട്ട് ഞങ്ങൾ കുറച്ച് നേരം കിടന്നു, കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് 2-3 വീഡിയോ ഒക്കെ എടുത്ത് അതിനുശേഷം പിന്നെ കുളിക്കാനൊക്കെ പോയി ധ്യാനുട്ടനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് അവൻ തന്നെ നിന്നിട്ട് അവന് വാങ്ങിയ എല്ലാ ഐറ്റംസും ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ധ്യാനുട്ടൻ്റെ സ്കൂളിൽ പിന്നെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ പാട്ടൊക്കെ ഓൾമോസ്റ്റ് പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡാൻസിനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ടീച്ചർ ആണ് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാട്ട് നമുക്ക് ഗ്രൂപ്പിലേക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ കുറേയൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് പാടിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ കിടന്ന് പാടുന്നത്. അപ്പോഴേക്കും ഞാൻ ഫോൺ വാങ്ങുകയും ചെയ്തു. ഉയരട്ടങ്ങനെ ഉയരട്ടെ സാന്ദ്ര കൊടി ഉയരട്ടെ പാറട്ടങ്ങനെ പാറട്ടെ മൂവർണ്ണ കൊടി പാറട്ടെ. രാവിലെ നേരത്തെ എണീറ്റിട്ട് കണ്ണേട്ടൻ്റെ അപ്പോൾ ഒരു ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളിലേക്ക് പോകാൻ പിന്നെയും കുറേ കഴിഞ്ഞിട്ടല്ലേ പോണത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി വിശപ്പാവോ വിചാരിച്ചു, കാരണം സ്നാക്സിൻ്റെ ടൈമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു ദോശയും കൂടി എടുത്തിട്ട് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോൾ അങ്ങനെ കഴിക്കാനൊക്കെ കൊടുത്തു. അപ്പോൾ വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവൻ ഇന്ന് ബസ്സിലല്ല പോയത്, സ്കൂട്ടി ഉണ്ടായിരുന്നു. ഇവിടെ ഏട്ടൻ്റെ വണ്ടിയുള്ള കാരണം ഇന്ന് സ്കൂട്ടിക്കാണ് പോയത്. അപ്പോൾ എന്നോട് പോവാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ വന്നേ. ബാക്കി വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.